നമസ്കാരം ആർപി. നമസ്തേ. കസേരയോട് മാത്രം മമതയുള്ള മമതാ ബാനർജി ഇപ്പോൾ കസേരയിൽ നിന്ന് ഒഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മമത കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഭീകരവാദത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു സാഹചര്യം ബംഗാളിലുണ്ടായിരുന്നു. അതിനെ കൂടി തച്ചുടയ്ക്കുവാൻ വേണ്ടിയിട്ട് അജയ് പാൽ ശർമ്മ, ഉത്തർപ്രദേശിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അജയ് പാൽ ശർമ്മ IPS സിംഗത്തെ 5 വർഷത്തേക്ക് നിയമിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടേഷനിൽ ബംഗാളിൽ. ഇനി ബംഗാൾ ഒരു ക്ലീൻ ബംഗാൾ, അതായത് നേരത്തെ ബീഹാറിനെ പോലെ അതിനുശേഷം ഉത്തർപ്രദേശിനെ പോലെ ഒരു ക്ലീൻ ബംഗാൾ ആണോ ഇനിയുള്ള ലക്ഷ്യം? തീർച്ചയായിട്ടും അജയ് പാൽ ശർമ്മ നമുക്കറിയാവുന്ന പോലെ UPയിലെ സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഓഫീസറാണ്. 2011 IPS ഉദ്യോഗസ്ഥനാണ്. ക്ലീൻ റെക്കോർഡുള്ള ആളാണ്. മാത്രമല്ല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ ഗ്യാങ്ങുകൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ, അവർക്കൊക്കെ എതിരെ വളരെ ശക്തമായി നടപടിയെടുത്തിട്ടുള്ള ആളുമാണ്. പക്ഷേ അജയ് പാൽ ശർമ്മ വരുന്നതുകൊണ്ട് മാത്രമല്ല ബംഗാൾ ക്ലീൻ ആകാൻ പോകുന്നത്. ബംഗാൾ ക്ലീൻ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് അമിത്ഷായുടെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അജയ് പാൽ ശർമ്മയുടെ ഈ പോസ്റ്റിങ് ഓർഡറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ റൊട്ടീൻ പോസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ റൊട്ടീനൊന്നുമല്ല, അത് വളരെ കൃത്യമായി ഒരു സ്ട്രെയിറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റിംഗ് ആണ്. ഇത് വെറുതെ ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമോ അല്ല. ബംഗാളിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതാണ് എല്ലാ അർത്ഥത്തിലും. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ ഈ പറയുന്ന അരാജകവാദികളുടെ ഭരണം എന്ന് പറയുന്നത് അത് ബംഗാളിനെ നശിപ്പിക്കുക മാത്രമല്ല, ബംഗാൾ ഉൾപ്പെടുന്ന ഭാരതത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തെ മുഴുവൻ നശിപ്പിക്കുകയും ഭാരതത്തിൻ്റെ തന്നെ വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ട് ബംഗാൾ മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരുന്നത്. എല്ലാ അർത്ഥത്തിലും ഞാൻ പറയുകയാണ്. ഞാനത് കൂടുതൽ വിശദീകരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ ബംഗാളിലെ ചില ജില്ലകൾ ബംഗ്ലാദേശിൻ്റെ എക്സ്റ്റൻഷനായി മാറുകയായിരുന്നു. അത് എല്ലാ അർത്ഥത്തിലും തുറന്നു കിടക്കുന്ന ബോർഡറിലൂടെ ഇഷ്ടം പോലെ ക്രിമിനൽസിനും അനധികൃത കുടിയേറ്റക്കാർക്കും വരാനും ഭാരതത്തിനുള്ളിൽ ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സോക്കോൾഡ് ബുദ്ധിജീവികൾ ഒരു പുതിയ ഭാഷ്യം അല്ലെങ്കിൽ ഒരു ഭാഷ്യം ഇങ്ങനെ വീണ്ടും ചമയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രണവ് റോയിയുടെ അദ്ദേഹത്തിന് NDTV ഒക്കെ പോയിട്ട് ഇപ്പോൾ പുതിയൊരു ഡിജിറ്റൽ ചാനലുണ്ട്. ആ ചാനലിലെ ചില ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതായത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ബംഗാളിൽ ആരുടെ വിജയം, ഈ വിജയം മാനുഫാക്ചേർഡാണ്. SIRൻ്റെ ഫലമായിട്ട് അത് ഒരു സ്പെഷ്യൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് SIR അല്ലാതെ റിഗ്ഗിങ് ആണ് നടന്നതെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. 27 ലക്ഷം വോട്ടുകൾ മാറിയതുകൊണ്ടാണ് ബംഗാളിൽ മമത പരാജയപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ബംഗാളിനെ കൃത്യമായിട്ട് അറിയാവുന്ന ഏത് രാഷ്ട്രീയ നിരീക്ഷകനും ഏത് രാഷ്ട്രീയ പാർട്ടി അംഗത്തിനും നേതാവിനും വളരെ കൃത്യമായിട്ട് അറിയാം, മമതാ ബാനർജിക്കെതിരെ ബംഗാൾ തിരിഞ്ഞടിക്കുകയായിരുന്നു. മമതയെ തൂക്കിയെടുത്ത് വെളിയിൽ കളയുകയായിരുന്നു. അതിന് SIR ഒന്നും ഒരു കാരണമല്ല. പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട്. പുതിയ കണക്കുകൾ പ്രകാരം SIRൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ള അല്ലെങ്കിൽ വോട്ടേഴ്സ് പട്ടികയിൽ ഇല്ലാതെ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ പലതിലും മമതാ ബാനർജിയുടെ പാർട്ടി ജയിച്ചിട്ടുണ്ട്, TMC ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ള തരത്തിൽ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ കേരളത്തിൽ NDയുടെ 13,000 വോട്ട്, മഞ്ചേശ്വരം മണ്ഡലത്തിൽ 13,000 വോട്ട് നഷ്ടപ്പെട്ടു. 13,000 വോട്ട്. അതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയ ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ ആൾക്കാരായിരിക്കുമല്ലോ കൂടുതൽ എവിടെങ്കിലും നഷ്ടപ്പെടുക. അതേ ഉള്ളൂ. അല്ലാതെ അതൊന്നും ഇതിൻ്റെ പക്ഷെ പദ്ധതി അതല്ല. പദ്ധതി കൃത്യമായിട്ട് ഈ തീവ്രവാദികളെയും ഈ ക്രിമിനൽ കുറ്റകൃത്യം നടത്തുന്ന സംഘങ്ങളെയും രാജ്യവിരുദ്ധ ശക്തികളെയും ബംഗാളിൽ നേരിടാൻ തന്നെയാണ് തീരുമാനം. ആ തീരുമാനത്തിന് ഒരു കുറവുമില്ല, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് ഒരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ബംഗാളിൽ BJP അധികാരത്തിൽ വന്നതോടുകൂടി അതിനുള്ള വഴി തുറന്നിട്ടുണ്ട്. ഇനിയും ബംഗാളിനെ സംബന്ധിച്ച് വലിയ ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. ശക്തമായ നടപടിയെടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും അതിൽ കൂടുതൽ ശക്തമായ നടപടിക്ക് തയ്യാറെടുക്കുന്ന കേന്ദ്ര സർക്കാരും കൂടെ ആവുമ്പോൾ ബംഗാൾ സുരക്ഷിതമാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഔറംഗസേബിനെയോ ടിപ്പു സുൽത്താനെയോ സ്മരിക്കപ്പെടുന്നത്, ആ ഒരു സ്മരണ നിലനിർത്തുന്ന രീതിയിലായിരുന്നു മമത ഇടയിൽ ബംഗാൾ ഭരിച്ചിരുന്നത്. അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഒരു മോചനമായിട്ടാണ് ചില ക്ഷേത്രങ്ങൾ പോലും അതിനുശേഷം മമത ഇറങ്ങിയതിനു ശേഷം തുറക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പം ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഇങ്ങനെ വൈറലാവുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അയാൾ സാധാരണക്കാരനാണ്. അയാൾ അധികം ഇപ്പം തന്നെ അത് ഏതാണ്ട്
ഞാൻ നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 60 ലക്ഷമോ 50 ലക്ഷം 67 ലക്ഷമോ മറ്റോ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോയിൽ അയാൾ പറയുന്നത് ബംഗാൾ ഇപ്പോഴാണ് മോചിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് മമതയിലേക്ക് പോയി ബംഗാൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഹിന്ദു ജനതയ്ക്ക് മോചനം ലഭിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അയാൾ ആ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ അജയ് പാൽ ശർമ്മയുടെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. അജയ് പാൽ ശർമ്മയെ നിയമിച്ചിരിക്കുന്നത് ഇപ്പോൾ ബംഗാളിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളോ അതുമായി ബന്ധപ്പെട്ട വയലൻസിനോ അത് അമർച്ച ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ആ വയലൻസ് എന്തായാലും ഉണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ നമ്മുടെ RP തോട്ട്സിൽ ഒരാഴ്ച 1-2 ആഴ്ച മുമ്പ് പറഞ്ഞു, ബംഗാളിൽ ആര് ജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ തോതിൽ രാഷ്ട്രീയ അക്രമം ബംഗാളിലുണ്ടാവും. അതിന് കച്ച കെട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ, അതുപോലെയുള്ള ക്രിമിനൽസ് ഉണ്ട് അവിടെ. അപ്പോൾ ബംഗാളിൽ അങ്ങനെ ഒരു അക്രമം ഉണ്ടാകും. ആ അക്രമത്തെ അടിച്ചമർത്താൻ വേണ്ടി മാത്രമല്ല ഇതുപോലെ അജയ് പാൽ സിംഗിനെ പോലെയുള്ള ആൾക്കാരെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ള ബംഗാളിനെ തൂത്തു തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി തന്നെയാണ്, അതിനകത്തൊരു സംശയവുമില്ല. അല്ല, BJP പോലും ഇപ്പോൾ ഒരു ചെറിയ അക്രമം ഉണ്ടായപ്പം അക്രമം ചെയ്ത ആൾക്കാരെ ഡിസോൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിജയിച്ച BJP ഡിസോൺ ചെയ്യും. അത് ആര് തെറ്റ് ചെയ്താലും 4 പേരോ മറ്റോ മരിച്ചെന്ന് തോന്നുന്നില്ലേ? ഈ 4 പേര് 2 പേര് BJP-കാരാണ് മരിച്ചിരിക്കുന്നത്, 2 പേര് TMC ഹൗറായിൽ. പക്ഷെ അതിൽ ഒരെണ്ണത്തിന് പൊളിറ്റിക്കൽ ഇതല്ല എന്നാണ് പറയുന്നത്. അത് വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് എന്നാണ് പോലീസ്. ഇതിനിടയിൽ ഇതെല്ലാം ആവർത്തിക്കുമല്ലോ, ഇതെല്ലാം നടക്കും. പക്ഷേ ഈ വയലൻസ് ആയിരുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2021 അത് ആ ചിത്രങ്ങൾ ഇപ്പോൾ 60% FIR രേഖപ്പെടുത്തിയിട്ടില്ല. 60%-ഓളം FIR രേഖപ്പെടുത്തിയ നുപുർ ശർമ്മയുടെ ഒരു ടെലിഫോൺ കോളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ കുറെ പെൺകുട്ടികൾ ഒളിച്ചിരിക്കുന്നു, ഇപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെടും. എന്നിട്ട് ആ കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അച്ഛൻ്റെ അമ്മയുടെയും മുമ്പിൽ വെച്ച് കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 2012 മാത്രമാണ് അവരുടെ കണക്കിൽ എത്രയോ അധികം പേരാണ്. കാരണം FIR സ്വീകരിക്കപ്പെടണം. ആദ്യം FIR നൽകാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ വരെ ഈ പറയുന്ന ഇരകൾക്ക് എത്താൻ സാധിക്കണം. ഇതൊന്നും സാധ്യമായിരുന്നില്ല ബംഗാളിൽ. അപ്പോൾ ഇപ്രാവശ്യം TMC അധികാരത്തിൽ നിന്നും കൂടി പുറത്താകുന്നതോടുകൂടി വൻതോതിൽ അക്രമത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആ അക്രമത്തിൻ്റെ ഒരു അന്തരീക്ഷം മുതലെടുത്ത് രാജ്യവിരുദ്ധ ശക്തികൾ ഈ പറയുന്ന 24 പർഗാനാസിലെ മാൽഡ ഡിസ്ട്രിക്റ്റിലെ ഒക്കെ വൻതോതിൽ ഹിന്ദു വിരുദ്ധ കലാപം തന്നെ അഴിച്ചുവിട്ട് അതോടെ ഒരു വലിയ വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമത്തെ കൂടി ഇപ്പോൾ സർക്കാർ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ഇതിന് ശക്തമായ നടപടി, ആരക്രമം ചെയ്താലും ശക്തമായി നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ നമ്മുടെ ഇടയിൽ മലയാളത്തിൽ തന്നെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ജനാധിപത്യവാദി പറഞ്ഞതാണ്, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുവാൻ അവർക്ക് അവകാശം നൽകുന്നില്ല. ജനാധിപത്യവാദി എന്നൊന്നും വിളിക്കാതെ അതൊക്കെ കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കാര്യം, ഈ ബംഗാൾ നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന പോലെ ബംഗാളിൽ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അത് ഒന്ന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വയലൻസ്, ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് ധാക്കയിൽ നിന്ന് ISIയുടെ ട്രെയിനിങ് കിട്ടി വരുന്ന ഭീകരവാദികൾ ഉണ്ടാക്കുന്ന, അതിന് ശരിക്കും പറഞ്ഞാൽ കാശ്മീർ തീവ്രവാദികളെ പോലും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്, ട്രെയിനിങ് കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഇനി രണ്ടാമത്തെ ഇഷ്യൂ, ഒരു നക്സലിസം തീർന്നുവെന്ന് നമ്മളുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശരിയുമാണ് ഒരർത്ഥത്തിൽ. പക്ഷേ നക്സലിസത്തെ എങ്ങനെയും വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള കൊടും ശ്രമങ്ങളാണ് ബംഗാളിലെ ചില ഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് കാര്യമായ ഒരു ചർച്ചയാവാത്ത കാര്യമാണ്. വൻ ആസൂത്രണം. അത് ഈ പുരുളിയ, ബംഗൂര, പശ്ചിമ മിഡ്നാപ്പൂർ, അതായത് വെസ്റ്റേൺ മിഡ്നാപ്പൂർ ജില്ലകളിൽ, ഈ 3 ജില്ലകളിൽ കാടുകളിൽ നക്സൽ തീവ്രവാദികളെ വീണ്ടും പരിശീലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് നക്സലൈറ്റ്സ് ഉണ്ട്, മറുവശത്ത് അനധികൃത കുടിയേറ്റക്കാരുണ്ട്, ISI ഏജൻറ്റുമാരുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി ബോർഡർ തുറന്നിട്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ബോർഡർ വേലി കെട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമ്പോൾ അതിന് സ്ഥലം വിട്ടുകൊടുക്കാതെ ഇരിക്കുകയായിരുന്നു മമതാ ബാനർജി.
അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അരാജകവാദികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും ഒരു കേളീരംഗമായിട്ട് ബംഗാൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം അടിച്ചമർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. സുസ്ഥിരമായ ഭരണം ജനങ്ങൾക്ക് കൊടുക്കണം. കാരണം ജനങ്ങൾക്ക് BJPയുടെ കാര്യത്തിൽ ഇപ്പോൾ വൻ പ്രതീക്ഷയാണ്, ഇല്ലേ? വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സമാധാനം ആദ്യം ഉണ്ടാവണം. അപ്പോൾ ഈ ഭീകരവാദം ഇവർക്ക് ഇതേ കണക്കിന് നിലനിർത്തിയാൽ മാത്രമേ, കാരണം രാജ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ മാത്രമേ BJP അല്ലെങ്കിൽ NDA ആ സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവരത്ത് അഴിമതി ചെയ്യാൻ പോകുന്നില്ല, ഇവർ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം മാത്രം ഉള്ള റിസർച്ച് മാത്രമേ ഇവർക്കിടയിൽ നടക്കൂ എന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരവാദം എങ്ങനെയും നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നാളെ ഇവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി ടെൻഡർ എടുത്തിട്ടുണ്ട്. മുമ്പ് ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ഈ സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ സമയത്ത് റഷ്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്റ്റാലിനെ കൊണ്ടുവന്ന് ഇന്ത്യയെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2-3 ജനറൽ സെക്രട്ടറിമാർ ഈ കാര്യങ്ങളൊക്കെ നടത്തി. ഒടുവിൽ സ്റ്റാലിൻ തന്നെ പറഞ്ഞു, നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു. വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം ആ പ്ലാൻ നടക്കാതെ പോയതാണ്. അതുപോലെ ഈ രാജ്യത്തിനെ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു ആക്രമണത്തിനകത്ത് സ്റ്റാലിൻ വന്നിരുന്നെങ്കിൽ അതിനും കൃത്യമായി ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇനി ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതായത് പുതിയ സർക്കാർ ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു വലിയ ചലഞ്ച് കൂടെ പറയണം. ആ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനാണ്. ഈ മമതാ ബാനർജി വലിയ ഒരു പാതകമാണ് അവിടുത്തെ ഭരണ സംവിധാനത്തോട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. തമിഴ്നാട്ടിൽ ഏത് രാഷ്ട്രീയക്കാരൻ ഭരിച്ചു കഴിഞ്ഞാലും തമിഴ്നാട്ടിലെ ബ്യൂറോക്രസിയുടെ ആ ഒരു ഭരണചക്രം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അത് സംസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇവിടെ വളരെ വീക്കാണ് ആ കാര്യം. അതായത് മമത തന്നെ ഒരു അരാജകവാദിയാണ്. അരാജകവാദത്തോടൊപ്പം വലിയ തോതിൽ അഴിമതി നടന്നു. ഇപ്പോൾ ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് സ്കാം തൊട്ട് മറ്റേ ചിറ്റ് ഫണ്ട് സ്കാം തൊട്ട് അങ്ങനെ നിരവധി. ഏറ്റവും അവസാനം ഐപാക്കിന്റെ അഴിമതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓടിച്ചെന്ന് ഫയലുകളെല്ലാം കെട്ടിപ്പിടിച്ച് അവിടുന്ന് അതുമായിട്ട് ഓടുകയായിരുന്നു മമതാ ബാനർജി. അപ്പോൾ അത്രയും അഴിമതിയിൽ മുങ്ങിയ രാഷ്ട്രീയ നേതൃത്വമുള്ള ഒരു സംസ്ഥാനത്ത് ഭരണ സംവിധാനവും അതുപോലെ കുത്തഴിഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഭരണ സംവിധാനത്തെ നേരെയാക്കണം, അവിടുത്തെ ക്രമസമാധാനം നേരെയാക്കണം, അവിടുത്തെ ഭീകരവാദികൾക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കണം. അങ്ങനെ നിരവധി ചലഞ്ചുകൾ, വലിയ വെല്ലുവിളികളാണ് പുതിയ സർക്കാരിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും അതെല്ലാം തന്നെ സാധ്യമാകും, ചുരുങ്ങിയ കാലം കൊണ്ട് സാധ്യമാകും. കാരണം സുവേന്ദു അധികാരി എന്ന് പറയുന്നത് പുതിയ ആളൊന്നുമല്ല. അദ്ദേഹം മമതയുടെ എല്ലാ തന്ത്രങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് ബംഗാളിന് ആവശ്യമുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നടപ്പാക്കും. അതിന് കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഈ അജയ് പാൽ ശർമ്മയുടെ നിയമനവും. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.